ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കുഴിപ്പള്ളി ബീച്ചിലാട്ടാ. ഞങ്ങളിവിടെ ഈ എടവനക്കാട് ഭാഗത്ത് ഒരു പയ്യന്റെ വീഡിയോ എടുക്കാൻ വന്നാട്ടാ. ഇവിടെയാണ് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട്. കഴിഞ്ഞ തവണ ഞാൻ നമ്മുടെ കണ്ണമാലി ഭാഗത്ത് ബീച്ചിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. ഇത്തവണ കടല് കാണുന്നു, കടല് ബോട്ട് എല്ലാം കാണുന്നുണ്ട്. ഇത് അവിടെ കുറച്ച് സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന ചേച്ചിമാർ അവിടെ മീൻ പിടിച്ചിട്ട് അത് മീൻ വാരിക്കൂട്ടി വിൽപ്പന കേന്ദ്രത്തിലേക്ക് എത്തിയതിനെ കാണാം. നന്നാക്കണ ചേച്ചിമാരുണ്ട്. ഇതൊക്കെ വേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കുറേ. ഇതാ കാണുന്ന സാധനം എന്താ? കടൽ. കാണുന്ന മരങ്ങള് അടിപൊളിയാണല്ലേ. അതേ കാണുന്ന വെള്ളം മഞ്ഞ് നോക്കി ഇങ്ങോട്ട് വാ, അങ്ങോട്ട് കാണിച്ചു തരാം. കടലമ്മ ഉണ്ട് അവിടെ, കടലമ്മ ഉണ്ടാ. ആ കടലമ്മ വരും, മനസ്സിലായ? മനസ്സിലായില്ല. അത് ഈ സമയത്ത് വേലിയേറ്റമാണോ? വേലിയേറ്റാണ്. അടിപൊളി ബീച്ചാണത്. എനിക്ക് ചെറായി ബീച്ചിനേക്കാൾ നല്ല ബീച്ചാണ്. കറുത്തമ്മ ദേവി, അതിന്റെ പേര് കറുത്തമ്മ ദേവി. ഇങ്ങോട്ട് പോരെ. എന്തായാലും അടിപൊളിയല്ലേ. കറുത്തമ്മ ദേവി. ഈ കാണുന്ന ആ മരം, അത് എന്ത് മരം എനിക്ക് മനസ്സിലാവുന്നത്? ഇതിപ്പോ ഞാനൊരു ഷോട്ട് എടുക്കാൻ പോട്ടോ, അതേ കണ്ടോട്ടാ. അടിപൊളി ഷോട്ടായിരിക്കും, ആയിരിക്കാൻ സാധ്യതയുണ്ട്. കൈ വരയ്ക്കാതിരുന്നാൽ മതിയോ. ചെറുവിന്റെ കാലില് കടല് തൊട്ട് വന്നിട്ട്, കടല് തൊട്ടേ. ചെറുവീൻ ഇച്ചിരി വന്നിട്ടുണ്ട് കേട്ടാ. കടലിലെ പണിക്കാരല്ലേ ഈ കാണുന്ന. കടലിൽ ഇറങ്ങുന്നവര് സമ്മതിക്കണം അല്ലേ? കണ്ടോ മീൻ, അത് ചത്ത മീനുള്ള. എന്താടാ? അങ്ങനെ വരും. അത് എന്തിട്ട് കുഞ്ഞുങ്ങളാ? ഈ പറഞ്ഞോളെ സ്രാവിന്റെ കുഞ്ഞാണോ? ദൈവത്തിനറിയാം. അത്ര ഇറങ്ങണ്ട കേട്ടാ. തൊട്ടാ ആ കാണുന്ന ഒരു കൊടയാണ്, നമുക്ക് അതിന് കീഴിൽ പോയി നിൽക്കാം അല്ലേ? ഓടിക്കോടാ, അതെ അവിടെ പോയി ഇന്നോടാ. അവിടെ ഒരു സീനറിയാണ്, നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോവാൻ. ഈ കാണുന്നത് ഒരു തെങ്ങ് വെട്ടിയിട്ട് അത് കുഴിച്ചിട്ടേക്കണേ കാണണേ. ഒറിജിനൽ തെങ്ങല്ല. ഈ കാണുന്ന കടൽ കാണുമ്പോ എന്താ തോന്നുന്നത്? ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് മുഖത്തൊരു സന്തോഷം കാണാനില്ല. ആ വെയിലത്തെ കൂടെ മാറി. ഇത്രയും വെയിലായിട്ട് ഇവിടെ വരുമ്പോ വളരെ സന്തോഷം കേട്ടോ. അതെ, ആ കാണുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അവര് കയറിക്കണമെങ്കിൽ എനിക്ക് ഒരു 100 മീറ്റർ മേലുണ്ടാന്ന് തോന്നുന്നു. ആ കാണുന്ന ഇത് ആ ഒരു ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇതാവുന്നുണ്ടല്ലോ. വലിയ തിര വരുമ്പോ ഒന്നവിടെ പൊങ്ങി വരും. അന്നേരം അപ്പൊ ഒരു സന്തോഷം. കടന്ന് കുറച്ചുകൂടി ഒന്ന് അടുത്ത് കാണാനുള്ള അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാം. നമ്മളവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിട്ട് അട വാങ്ങിച്ചോണ്ടെന്നുണ്ടല്ലേ. ഇതെന്താ ചുരുട്ടി കൂട്ടി വെച്ചാൽ നമുക്ക് ഒന്ന് ഓപ്പൺ ആക്കിട്ട് ആകെ ചുരുട്ടി കൂട്ടി വെച്ചാൽ നമുക്കല്ലേ. ഇത് എന്തിട്ടാണ് നന്നായിട്ട് പരന്നു കഴിഞ്ഞാൽ അത് വേവുള്ളൂ. ഓരോ സ്ഥലത്തും ഓരോ രീതികളാണ്. ഇപ്പൊ വല്ലത്തൊരു ഇതായി കുഴപ്പമില്ല, കഴിച്ചോട്ടെ. അല്ല ഗോതമ്പാണ് അല്ലേ.
അതാ ഗോതമ്പ് കഴിച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ഗോതമ്പ് ടേസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ എന്നും ഗോതമ്പ് കഴിക്കാൻ നോക്കാം. ഒരു ഗോതമ്പിന്റെ ഇതുപോലത്തെ അട കഴിച്ചാൽ മതി. ആ കുറച്ച് ഞാനിത് അയച്ചു അത്യാവശ്യം വിശപ്പ് കൊടുക്കാം. ഈ സമയമില്ലാത്തപ്പോൾ ഇതുപോലത്തെ തൊട്ടൊക്കെ രാവിലെ കഴിക്കാൻ വേണ്ടി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ശർക്കര ഇല്ലേ? ശർക്കരയും തേങ്ങ ഉണ്ടാകുമ്പോൾ അവിടെ ഇത് ശർക്കര ഒക്കെ കൂട്ടി ഇളക്കിയിട്ടുള്ള അറിയാം. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചില്ല. ആകെ തേങ്ങ ഷെർവിനെ പെട്ടെന്ന് കാണാനില്ല. പെട്ടെന്ന് കാണാനില്ല, വെട്ടിപ്പോയി. ആളെ മിന്നായം പോലെ കാണാതെ പോണതുകൊണ്ട് ഇടയ്ക്ക് കണ്ണില്ലെങ്കിൽ ശരിയാവൂല അല്ലേ? എന്തോന്നാ പറ. എന്ത് ബോർഡ്? ഈ കാണാണോ? ഈ കാണുന്നത് അഡ്വഞ്ചർ പാർക്ക്. അത് വാട്ടർ സൈക്കിള്, സ്കൈ വാക്ക്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അത് പറഞ്ഞ വാട്ടർ സൈക്കിൾ അതിന് ചവിട്ടും. അപ്പോൾ പോവും. നമുക്കൊന്നും തിരിച്ചു പോയതാ. ചെറുക്കനും പോകണ്ട, നിനക്കും പോകണ്ടല്ലേ? ചെറുക്കനാണെങ്കിൽ ആ കണ്ണി കണ്ട ബോർഡൊക്കെ എന്നെ വായിക്കും. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന മരങ്ങളാട്ടോ. അടിപൊളിയായിട്ട്. അതായത് ഇത്രയും വെയിലത്തും ഈ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന നല്ല രസമില്ലേ? ഈ മരങ്ങൾ അങ്ങേയറ്റം വരെ ഉണ്ട്. അടിപൊളിയായിട്ട്. അപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? വീട് ഉണ്ടാക്കാൻ പോണല്ലേ? എന്റെ കൊച്ചിന് ഭയങ്കര പരാതിയാണ്, കളിക്കാൻ കൊടുത്തില്ല മണ്ണില്. മണ്ണിൽ കളിക്കാം. വാട്ടേ മണ്ണ് അല്ലേ? എന്ത് കരിമണൽ ഇങ്ങനെ ഉണ്ടാക്കണം. അവിടെ ഇരി. അങ്ങോട്ട് ഇറങ്ങണ്ട. എടാ ചെറുക്ക ദേ വീടുണ്ടാക്കണം മമ്മി. അവിടെ ഇരുന്നുണ്ടാക്ക്. ആവട്ടെ. ഇതുപോലെ നടക്കുവോ? അതേ ഉണ്ടാക്കി വെച്ചല്ല അതേ പോകും. അങ്ങനെ അപ്പനും മോനും കൂടി കടലിൽ ഇറങ്ങാൻ പോവാണേ. ഭയങ്കര ആഗ്രഹമാണ് കടലിൽ. അച്ഛയുടെ വീടുണ്ടാക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി കൊച്ചു മനുഷ്യൻ കൂടെ കാട്ടിത്തരാവേ. ഇത് എന്ത് വീടാച്ചാ? പഴയകാല ഓർമ്മകൾ ഹൈവറക്കലാണ്. ഞാനിവിടെ ഓടിക്കളിക്കണേ. അമ്മ അതീന്നച്ചാ പട്ടിയുടെ കൂടെ പോയി കളിക്കാനാ? പട്ടി പിടിച്ച് കളിക്കൂടാ. ആ പട്ടീനെ കണ്ടിട്ട് ആ പട്ടിയുടെ കൂടെ പോണത് പറഞ്ഞ് വാശി. എന്റെ പേർക്ക് മതി, കളി മതി. എന്തെന്നാ കിണറുണ്ടാക്കാൻ പോവാന്ന്. പട്ടം വാങ്ങിച്ചിട്ടുണ്ട്. കൊറേ നാളായി പറയാൻ തുടങ്ങിയിട്ട് K4 കൈറ്റ് വാങ്ങിച്ചിരുന്നു. ആളുടെ ആഗ്രഹം സാധിച്ചു അല്ലേ? അല്ല ഇഷ്ടപ്പെട്ടാ? ഇവിടെ ചേട്ടൻ വേറെ ഒരെണ്ണം കൂടെ വിൽക്കുന്നുണ്ട്. ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പൊ ഞങ്ങളൊരു കടയിൽ വന്നിരിക്കുക. വെള്ളം കുടിച്ച് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു, സോഡ കുടിച്ചു. ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാം. അതേ ആളെ ഇതൊക്കെ നനഞ്ഞു. പിന്നെ നേരെ തിരിച്ചു വീട്ടിലേക്ക്. ചാള കേട്ടോ, നല്ല ഒന്നാന്തരം ചാളയാണ്. നമ്മുടെ കുഴിപ്പള്ളി ആ ബീച്ച് നമ്മൾ പോയില്ല, അവിടെ നിന്നുള്ള ആളുകള് പിടിച്ചോണ്ട് കേട്ടോ. ആളെ പിടിച്ചോണ്ട് നമുക്ക് ഇങ്ങനെ വ്ളോഗ് ഉണ്ടേ. അതാണ്
അടിപൊളിയാണ് നോക്കിയ കാഴ്ച. എടപ്പറമ്പിൽ ഫാമിലി. അപ്പൊ ഇതാ ഇവിടെ 1.5 കിലോ 100 രൂപയ്ക്കാണ് സാധനം കൊടുക്കുന്നത്. നല്ല ഫ്രഷ് സാധനം കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം സാധനം ഇതാണ് ചേട്ടൻ. ഇവിടെ ആളുകൾ വന്ന് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകണത് കേട്ടോ. സിനോപ്പിയുടെ കയ്യിലിരിക്കുന്നു. അത് കാണിച്ച സിനോപ്പി എനിക്ക് ഒരുപാട് അടിപൊളി സാധനം. അത് ഫ്രഷ് ആയിട്ടുള്ളത്. നല്ല ഫ്രഷ് സാധനം. ഞാൻ കുറെ നാളെ ആഗ്രഹിക്കാന്ന്. ഞാൻ കാണിച്ചു തരാവേ. എന്നാലും കൈ പറ്റി. ഇതിന് ഐസ് ഇട്ടിട്ടില്ല. നല്ല ഫ്രഷ് ആണ്. ഇതേ നോക്കിയ ചോര നോക്കും. അടിപൊളി. ഇന്നൊക്കെ